ഗുഡ് മോർണിംഗ്. ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു. അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഉണ്ടാകുന്ന സ്പെഷ്യൽ സ്ട്രക്ചേഴ്സാണ് ഫ്ലവേഴ്സ് എന്നും, അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉണ്ടെന്നും, അതിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്തെന്നും അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒക്കെയാണ് പഠിച്ചത്. And the development, pollen grain development, pollen structure, pollen viability, pollen bank ഇവയൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അടുത്ത പാർട്ടാണ്, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അതായത് പിസ്റ്റിൽ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്. പിസ്റ്റിൽ എന്ന് പറയുന്നത് ഗൈനീഷ്യത്തിനെ മറ്റു പേരാണ് പിസ്റ്റിൽ. ഗൈനീഷ്യമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഫ്ലവറിൻ്റെ ഫീമെയിൽ പാർട്ട്, റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. ഗൈനീഷ്യം നിർമ്മിച്ചിരിക്കുന്നത് 1 to many കാർപ്പൽസ് കൊണ്ടാകാം. ഒറ്റ കാർപ്പലേ ഉള്ളൂ എങ്കിൽ അതിനെ മോണോ കാർപ്പലറി പിസ്റ്റിൽ എന്ന് വിളിക്കും. If there are more than one carpel, it is called multi-carpellary. മൾട്ടി കാർപ്പലറി കണ്ടീഷനിൽ കാർപ്പൽസ് ഫ്രീ ആണെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അപ്പോകാർപ്പസ്. ഇഫ് ദ കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ്, ദ കണ്ടീഷൻ ഇസ് കോൾഡ് സിൻകാർപ്പസ്. പഠിച്ചതാണ്. വീണ്ടും നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളിലേക്ക് തന്നെ വരികയാണ്. ഒരു കാർപ്പലിന് 3 ഭാഗങ്ങളാണുള്ളത്: സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. വാട്ട് ഈസ് സ്റ്റിഗ്മ? സ്റ്റിഗ്മ ഈസ് ദ റിസപ്റ്റീവ് സ്പോട്ട് അല്ലെങ്കിൽ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പോളൻ ഗ്രെയിൻസ്. സ്റ്റിഗ്മയിലേക്ക് കണക്ട് ചെയ്യുന്ന ലോങ് സ്ലെൻഡർ പാർട്ടാണ് സ്റ്റൈൽ. സ്റ്റൈലാണ് സ്റ്റിഗ്മയെ ബേസൽ ബൾജ്ഡ് പാർട്ടായ ഓവറിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമുക്കൊരു കാർപ്പലിനെ നോക്കാം. ഇതൊരു കാർപ്പലാണ്. ഇവിടെ ഈ കാർപ്പലിന് ഇത് റിസപ്റ്റക്കിൾ, ദിസ് ഇസ് ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. The ovary, basal swollen part is ovary. The ovary cavity or locule possess a fertile tissue called placentum. നമ്മൾ പഠിച്ചു പ്ലാസെൻറ്റത്തിൽ ഓവ്യൂളിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് പ്ലാസെൻറ്റേഷൻ എന്ന് പറയുന്നതെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചു. സോ വാട്ട് ആർ ഓവ്യൂൾസ്? ഓവ്യൂൾസ് ആർ മെഗാസ്പൊറാഞ്ചിയ. മെഗാസ്പോർ ഉണ്ടാകേണ്ട സ്ട്രക്ചേഴ്സാണ് മെഗാസ്പൊറാഞ്ചിയ. മെഗാസ്പൊറാഞ്ചിയയുടെ കോമൺ നെയിമാണ് ഓവ്യൂൾ. ഒരു ഓവറിയിൽ 1 to many ഓവ്യൂൾസ് കാണാം. 1 ഓവ്യൂളുള്ള കണ്ടീഷൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പാഡി, മാംഗോ ഓർ മെനി ഓവ്യൂൾസ് ആസ് ഇൻ പപ്പായ, വാട്ടർമെലൺ, ഓർക്കിഡ്സ് എക്സെട്ര. ഇവിടെ ഒരു ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ കാണാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് മെഗാസ്പോർ ഡെവലപ്മെൻ്റ് ആണ്. മെഗാസ്പോർ എന്ന് പറയുന്നത് ഫീമെയിൽ സ്പോറാണ്. ഈ ഫീമെയിൽ സ്പോർ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് മെഗാസ്പൊറാഞ്ചിയം ഓർ ഓവ്യൂൾ. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് ഓവ്യൂളിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. എന്തായിരുന്നു ഓവ്യൂൾ? ഓവറിക്കുള്ളിൽ പ്ലാസെൻറ്റം എന്ന് പറയുന്ന ഫെർട്ടൈൽ ടിഷ്യൂവിലുണ്ടാകുന്ന സ്ട്രക്ചേഴ്സാണ് ഓവ്യൂൾസ്. ഇനി ഈ ഓവ്യൂളിൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാസെൻറ്റത്തിൽ എങ്ങനെ നടക്കുന്നു എന്നാണ് നോക്കുന്നത്. പ്ലാസെൻറ്റത്തിൽ ഒരു ചെറിയ തണ്ടോടുകൂടി ഒരു മാസ് ഓഫ് സെൽസ് ആയിട്ടാണ് ഓവ്യൂളിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആ മാസ് ഓഫ് സെല്ലിനെ ന്യൂ സെല്ലസ് എന്ന് വിളിക്കാം. ആ മാസ് ഓഫ് സെൽ പ്ലാസെൻറ്റവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ തണ്ടുണ്ട്, സ്റ്റോക്ക്. ഇറ്റ്സ് കോൾഡ് ഫ്യൂണിക്കിൾ. പഠിച്ചതാണ്. ഈ ഫ്യൂണിക്കിളിൻ്റെ ടിപ്പിലുള്ള മാസ് ഓഫ് സെൽസിനെ ന്യൂ സെല്ലസ് എന്ന് പറഞ്ഞു. ന്യൂ സെല്ലസിലെ
പെരിഫറൽ സെൽസ്, അതായത് ന്യൂസെല്ലസിൻ്റെ പുറമേ ഉള്ള സെൽസ് ഒരു പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഡിവിഷൻ നടന്ന്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തരം ഡിവിഷനെ പറ്റി പറഞ്ഞു, പെരിക്ലൈനൽ ഡിവിഷൻ ആൻഡ് ആൻറ്റിക്ലൈനൽ ഡിവിഷൻ. എന്താണ് പെരിക്ലൈനൽ ഡിവിഷൻ? ഒരു കോമ്പാക്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് സറൗണ്ടഡ് ബൈ ആൻ എപ്പിഡാമിസ്, ആ എപ്പിഡാമിസിന് പാരലായിട്ട് നടക്കുന്ന ഡിവിഷനെ എന്ത് പറയാം? പെരിക്ലൈനൽ ഡിവിഷൻ. ആ സെൽസ് വീണ്ടും പെർപെൻഡിക്കുലർ ഡിവിഷൻ നടക്കുകയാണെങ്കിൽ അതിനെ ആൻറ്റിക്ലൈനൽ ഡിവിഷൻ എന്ന് പറയാം. ഇവിടെയും അതേ രീതിയിലൊരു ഡിവിഷൻ നടക്കുന്നുണ്ട്. ന്യൂസെല്ലസിൻ്റെ പെരിഫറൽ സെൽസ് ഒരു പോയിന്റിൽ നിന്ന് രണ്ട് വശത്തേക്കും ഡിവിഷൻ നടന്ന് ഒരു വാൾ ലെയർ ഉണ്ടാകുന്നു. ആ വാൾ ലെയറിനെ ഇൻറ്റഗ്യുമെൻ്റ് എന്ന് വിളിക്കാം. ഇനി ഇൻറ്റഗ്യുമെൻ്റ് ഡെവലപ്മെൻറ്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ എന്ത് വിളിക്കുമെന്ന് അറിയാമോ? ചലാസ എന്ന് വിളിക്കും. പഠിച്ചതല്ലേ? ചലാസ. ഇൻറ്റഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഓവ്യൂളിൻ്റെ വോളായിട്ട് കാണും. ഈ ഇൻറ്റഗ്യുമെൻറ്റിനുള്ളിൽ, ഇൻറ്റഗ്യുമെൻ്റ് ആദ്യം ഒന്നാം ഉണ്ടാകുക, അത് ഡിവൈഡ് ചെയ്ത് പെരിക്ലൈനൽ ഡിവിഷൻ നടന്ന് വീണ്ടും ആൻറ്റിക്ലൈനൽ ഡിവിഷൻ നടന്ന് രണ്ട് ലെയർ ഇൻറ്റഗ്യുമെൻ്റ് ആയിട്ട് മാറും. ഔട്ടർ ആൻഡ് ഇന്നർ ഇൻറ്റഗ്യുമെൻ്റ്. ഇൻറ്റഗ്യുമെൻ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ എന്ത് വിളിച്ചു? ചലാസ. ചലാസയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് വശത്തു നിന്നും ഓവ്യൂൾസ് ഇൻറ്റഗ്യുമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഇൻറ്റഗ്യുമെൻ്റ് തങ്ങളിൽ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഓപ്പണിംഗ് ആയിട്ട് റിമൈൻ ചെയ്യും. ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൈക്രോപൈൽ എന്ന് വിളിക്കുക. സോ മൈക്രോപൈലാർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാകുന്നതാണ്? ഒരു ഭാഗത്ത് ഇൻറ്റഗ്യുമെൻ്റ് കൊണ്ട് കവർ ചെയ്യാതെ ഒരു ന്യൂസെല്ലസ് റിമൈൻ ചെയ്യും. ആ റിമൈൻ ചെയ്യുന്ന ഭാഗത്തെയാണ് എന്ത് വിളിക്കുക? മൈക്രോപൈൽ എന്ന് വിളിക്കുക. അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇൻറ്റഗ്യുമെൻ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണോ, അതായത് ചലാസയ്ക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു പ്ലാസെൻറ്റത്തിൽ ഒരു ചെറിയ സ്റ്റോക്ക്, ഫ്യൂണിക്കിൾ എന്ന സ്റ്റോക്കിൻ്റെ ടിപ്പിൽ ഒരു മാസ് ഓഫ് ടിഷ്യൂ ആയിട്ടാണ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ടിഷ്യൂ ഇസ് കോൾഡ് ന്യൂസെല്ലസ്. ആ ന്യൂസെല്ലസിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന്, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സെൽസ് പെരിഫറൽ സൈഡിൽ ഡിവിഷൻ നടന്നു രണ്ട് വാൾ ലെയേഴ്സ് ഉണ്ടാകും. ഇൻറ്റഗ്യുമെൻറ്റ്സ് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഡിവിഷൻ പ്രൊസീഡ് ചെയ്യും. മറ്റേ എൻഡിൽ അവ ജസ്റ്റ് മീറ്റ് ചെയ്യുള്ളൂ, ഫ്യൂസ് ചെയ്യില്ല. ആൻഡ് ആൻ ഓപ്പണിംഗ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ദാറ്റ് ഓപ്പണിംഗ് ഇസ് കോൾഡ് മൈക്രോപൈൽ. അപ്പോൾ ഈ മൈക്രോപൈലാർ ഓപ്പണിങ്ങിനുള്ളിൽ വീണ്ടും ധാരാളം ന്യൂസെല്ലസ് സെൽസ് ഉണ്ട്. അതിലെ ഒരു ന്യൂസെല്ലസ് സെൽസ് ബാക്കിയുള്ളവയിൽ നിന്ന് കൂടുതൽ ഫുഡ് അക്യുമുലേറ്റ് ചെയ്ത് അതൊരു ആർക്കിസ്പോറിയൽ സെല്ലായിട്ട് മാറും. പ്രൈമറി ആർക്കിസ്പോറിയൽ സെൽ. That primary archisporial cell become the ovule primordium. Then, a primary archisporial cell undergo division, producing parietal cell and sporogenous cell. Parietal cell ആണ് എന്ത് സംഭവിച്ചത്? നമ്മൾ പറഞ്ഞ വോൾ ലെയർ ആയ ഇൻറ്റഗ്യുമെൻ്റ് ആയിട്ട് മാറിയത്. ബാക്കി സ്പോറോജീനസ് സെല്ലായിട്ട് ഡെവലപ്പ് ചെയ്ത്, അതായത് മൈക്രോപൈലിനടുത്തുള്ള ഒരു സെല്ല് ബാക്കിയുള്ളവയിൽ നിന്ന് വലുതാകുകയും അത് മെഗാസ്പോർ മദർ സെൽ ആകുകയും ചെയ്യും. ഈ മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ പ്രൊഡ്യൂസിങ് 4 മെഗാസ്പോർസ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ 4 മെഗാസ്പോർസ് ഉണ്ടാകും. ഇതിൽ 3 എണ്ണം നശിച്ചു പോകും, ഒരെണ്ണം സർവൈവ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ദ ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ ന്യൂക്ലിയസ് എങ്ങനെയാണ് ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടായത്? ബൈ റിഡക്ഷൻ ഡിവിഷൻ ഓഫ് മെഗാസ്പോർ മദർ സെൽ.
സോ മെഗാസ്പോർ മദർ സെൽ ഡിപ്ലോയിഡ് ആയിരുന്നു. അതിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് 4 മെഗാസ്പോർസ് ഉണ്ടായി. അതിലെ 3 നശിച്ചുപോയി. ഒരെണ്ണം മാത്രം സർവൈവ് ചെയ്തു. ആ ഒന്നാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ആ ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ ന്യൂക്ലിയസ്, ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, 3 തവണ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്ര ന്യൂക്ലിയ ഉണ്ടാകും? ആദ്യത്തെ ഡിവിഷനിൽ 2 ന്യൂക്ലിയ ആകും. വീണ്ടും ആ ഓരോ ന്യൂക്ലിയയും ഡിവൈഡ് ചെയ്യും. അങ്ങനെ 4 ന്യൂക്ലിയ ഉണ്ടാകും. ഒരു തവണ കൂടി മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ 8 ന്യൂക്ലിയകൾ ഉണ്ടാകും. അങ്ങനെ 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയകളായിട്ടവ മാറും. ഈ 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയകളിൽ 3 വീതം 2 എൻഡിലേക്ക്, ആ വലിയ മെഗാസ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടായ വലിയ സെല്ലിലേക്ക്, സെല്ലിൻ്റെ 2 എൻഡിലേക്ക് 3 വീതം ന്യൂക്ലിയകൾ മൂവ് ചെയ്യും. അവിടെ ഈ ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സൈറ്റോപ്ലാസം അക്യുമുലേറ്റ് ചെയ്ത് സെൽ വാൾ സെക്രീറ്റ് ചെയ്ത് അവ സെൽസ് ആയി മാറും. നോക്കിയേ, ഇവിടെ മൈക്രോപൈൽ എന്ന് പറയുന്ന ഓപ്പണിംഗ് ഇതാണ്. സോ മൈക്രോപൈലിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും എന്ത്? ചലാസ. ആ ചലാസൽ റീജിയനിലേക്ക് നീങ്ങിയ ന്യൂക്ലിയൈ, അവയ്ക്ക് ചുറ്റും സൈറ്റോപ്ലാസം അക്യുമുലേറ്റ് ചെയ്ത് സെൽ വാൾ സെക്രീറ്റ് ചെയ്ത് 3 ഒരുപോലെയുള്ള സെൽസായിട്ട് മാറും. ആ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽ സെൽസ്. അതേസമയം മൈക്രോപൈലാർ എൻഡിലേക്ക് പോയ 3 ന്യൂക്ലിയകൾ, അവയ്ക്ക് ഡിവിഷൻ നടക്കുന്ന പ്രത്യേക രീതിയിലാണ്. അല്ലെങ്കിൽ അതിന് ചുറ്റും സൈറ്റോപ്ലാസം അക്യുമുലേറ്റ് ചെയ്ത് സെൽ വാൾ സെക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 സെൽസ് ഒരുപോലെയും നടുക്കത്തെ സെല്ല് വലുതുമായിരിക്കും. ആ 3 സെൽസിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. An egg apparatus possesses a large egg cell and 2 similar cells called synergids. ഇനിയും 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയകൾ ഉണ്ടല്ലോ. ദാറ്റ് ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ പ്രസന്റ് അറ്റ് ദ സെൻട്രൽ സെൽ, അതായത് ഈ പോളാർ സെൽ, അതിനെ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അപ്പോൾ മെഗാസ്പോർ മദർ സെൽ ബൈ റിഡക്ഷൻ ഡിവിഷൻ 4 മെഗാസ്പോർസ് ഉണ്ടായി. 3 ഡീജനറേറ്റ് ചെയ്തു, 1 സർവൈവ് ചെയ്തു. ആ സർവൈവ് ചെയ്ത മെഗാസ്പോർ അവിടെ ഇരുന്ന് വളർന്ന് ബാക്കി ന്യൂസെല്ലർ സെല്ലിനെ എല്ലാം ക്രഷ് ചെയ്തുകൊണ്ട് വലിയൊരു സെല്ലായി മാറി. അതിൻ്റെ ന്യൂക്ലിയസ് 3 തവണ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് 8 ന്യൂക്ലിയ ഉണ്ടായി. 8 ന്യൂക്ലിയകളിൽ 3 വീതം 2 പോളിലേക്ക് മൂവ് ചെയ്യുന്നു. മൈക്രോപൈലാർ എൻഡിലേക്ക് മൂവ് ചെയ്തവ സെൽസായി മാറുമ്പോൾ അതിനെ എഗ് അപ്പാരറ്റസ് എന്നും, ചലാസൽ എൻഡിലേക്ക് മൂവ് ചെയ്തവ സെൽസായി മാറുമ്പോൾ അതിനെ ആൻറ്റിപോഡൽ സെൽസ് എന്നും വിളിക്കും. ബാക്കി വന്ന 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയകൾ ഓൾറെഡി ഉള്ള ആ വലിയ മെഗാസ്പോറിൽ തന്നെ, അല്ലെങ്കിൽ മെഗാസ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടായ വലിയ സെല്ലിൽ, സെൻട്രൽ സെല്ലിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. ഈ സെൻട്രൽ സെല്ലിലെ ഈ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയകൾ ചേർന്ന ന്യൂക്ലിയസിനെ എന്ത് വിളിക്കും? സെക്കൻഡറി ന്യൂക്ലിയസ്. സോ ഓവ്യൂൾ ഓർ മെഗാസ്പൊറാഞ്ചിയം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ആസ് എ സ്മോൾ പ്രൊട്യൂബറൻസ് ഓൺ ദ പ്ലാസെന്റൽ ടിഷ്യൂ. അവിടെ ഒരു സിംഗിൾ ഹൈപ്പോഡാമൽ സെൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ആസ് ആർക്കിസ്പോറിയം. ആർക്കിസ്പോറിയം പറൈറ്റൽ സെല്ലായിട്ടും സ്പോറോജീനസ് സെല്ലായിട്ടും ഡിവൈഡ് ചെയ്യുന്നു. പറൈറ്റൽ സെൽ ബൈ ഫർദർ പെരിക്ലൈനൽ ആൻഡ് ആൻറ്റിക്ലൈനൽ ഡിവിഷൻ ഗീവ് റൈസ് ടു ദ ഇന്റഗ്യുമെന്റ്സ്. 2 ഇന്റഗ്യുമെന്റ്സ് ആർ ദെയർ, ഔട്ടർ ആൻഡ് ഇന്നർ. ഒരു സ്ഥലത്ത് ഇന്റഗ്യുമെന്റ് ഓവ്യൂളിനെ കവർ ചെയ്യുന്നില്ല, ആ ഭാഗത്തെ നമ്മൾ എന്ത് വിളിച്ചു? മൈക്രോപൈൽ. പിന്നെ ആ മൈക്രോപൈലാർ എൻഡിനോടടുത്ത് ഒരു ന്യൂസെല്ലർ സെൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെഗാസ്പോർ മദർ സെൽ ആകുന്നു. ദാറ്റ് അണ്ടർഗോ മിയോസിസ് ഓർ റിഡക്ഷൻ ഡിവിഷൻ പ്രൊഡ്യൂസിങ് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർ സെൽസ് which appear as a linear tetrad. അതിൽ 3 നശിച്ചു പോകുന്നു, 1 മാത്രം സർവൈവ് ചെയ്യുന്നു. ആ വലിയ
ഫങ്ഷണൽ മെഗാസ്പോർ ആണ് എന്തായി മാറുക? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുക. ആ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിനെ എംബ്രിയോ സാക്ക് എന്ന് നമ്മൾ വിളിക്കും. സോ മെഗാസ്പോറോജെനിസിസ് എന്താണ്? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ ഇസ് കോൾഡ് മെഗാസ്പോറോജെനിസിസ്. അതേപോലെ തന്നെ നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് പഠിച്ചാണ്. സോ ഓവ്യൂൾസിൽ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് മിയോസൈറ്റ് ആണ്. മിയോസൈറ്റിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഉണ്ടാകും. ദ ഫങ്ഷണൽ മെഗാസ്പോർ ആണ് എന്തായിട്ട് മാറുക? എംബ്രിയോ സാക്ക്. ദ ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്സ് ഇൻ ടു ദ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്ക്. ഇവിടെ 4 മെഗാസ്പോർ ഉണ്ടാകുന്നുവെങ്കിലും 1 മാത്രമേ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. ആ ഒന്നിൽ നിന്നാണ് എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദ ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ സാക്ക് ഇസ് കോൾഡ് മോണോസ്പോറിക് type of embryo sac development. What is monosporic embryo sac development? Of the 4 megaspores produced, only one is functional and that become the female gametophyte or embryo sac. So the development is called monosporic development of embryo sac. ഇതൊരു ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ്. പ്ലാസെൻറ്റം എന്ന ടിഷ്യൂവിൽ ഒരു ചെറിയ സ്റ്റോക്കിൽ ഒരു മാസ് ഓഫ് സെൽസ്. ഇതാണ് ആ പ്ലാസെൻറ്റത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ആ ചെറിയ സ്റ്റോക്ക്, ഫ്യൂണിക്കുലസ് ഓർ ഫ്യൂണിക്കിൾ. ഇതാണ് ബോഡി ഓഫ് ദ ഓവ്യൂൾ. ബോഡി ഓഫ് ദ ഓവ്യൂളിൽ 2 വാൾ ലെയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇൻറ്റഗ്യുമെൻറ്റ്സ്, ഔട്ടർ ആൻഡ് ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റ്. ഈ മാസ് ഓഫ് സെൽസിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻറ്റഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇവിടെ നിന്ന് 2 സൈഡിലേക്കുമാണ് ഡിവിഷൻ നടക്കുക. അങ്ങനെയാണ് 2 സൈഡിലൂടെയും ഡിവിഷൻ നടന്ന് ഈ ഇൻറ്റഗ്യുമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണിത്. ഇവിടെ പക്ഷേ ഫ്യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരു ഓപ്പണിംഗ് റിമൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈക്രോപൈൽ. ബാക്കിയുള്ള മ്യൂസെല്ലസ് സെല്ലിലെ ഒരു സെല്ല്, അതായത് മൈക്രോപൈലിനടുത്തുള്ള ഒരു സെല്ലിൽ നിന്നാണ് ഈ വലിയ എംബ്രിയോ സാക്ക് ഉണ്ടായത്. ഇതിൽ നമ്മൾ പറഞ്ഞ എഗപാർട്ടസ് കാണിച്ചിട്ടുണ്ട്, സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ട്, ആൻറ്റിപോഡൽസ് ഉണ്ട്, ബാക്കി ന്യൂസെല്ലർ സെൽസ് ഉണ്ട്. ചിലപ്പോൾ ഈ ന്യൂസെല്ലർ സെൽസ് റിമൈൻ ചെയ്യാം, ഈ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞും. ചിലപ്പോൾ അങ്ങനെ റിമൈൻ ചെയ്യണമെന്നില്ല. ഈ എംബ്രിയോ സാക്ക് തന്നെ ഈ ന്യൂസെല്ലസ് ക്യാവിറ്റി ഫില്ല് ചെയ്ത് വളരാം. ഓവ്യൂള് ഫ്യൂണിക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്തുണ്ടാകുന്ന ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു സ്കാർ എന്ന് പറയാം, ഹൈലം. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ റിഡ്ജ് കാണിച്ചിട്ടുണ്ട് ഈ ഓവ്യൂളിൻ്റെ സ്റ്റോക്കിൽ. ആ റിഡ്ജിനെ പറയുന്ന പേരാണ് റാഫേ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചറാണ് മെഗാസ്പൊറാൻജിയം ഓർ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ. ദ ഓവ്യൂൾ ഇസ് എ സ്മോൾ സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു ദ പ്ലാസെൻറ്റം by means of a stalk called funicle. The body of the ovule fuses with the funicle at the region called hilum. Each ovule has 2 protective envelopes, integuments, and the opening is micropyle. Opposite to the micropyle end there is the chalaza representing the basal part of the ovule from where the development of integument started. Then inside the integument there is the nucellus cells. Nucellus cellsൽ നിന്ന് ഒരു സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മെഗാസ്പോർ മദർ സെല്ലായി. അതിൽ നിന്ന് 4 മെഗാസ്പോർസ് ഉണ്ടായി. അതിലൊരു മെഗാസ്പോർ മാത്രം ഫങ്ഷണലായി. അത് എംബ്രിയോ സാക്ക് അഥവാ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയി. ഓക്കെ, the functional megaspore develops into the female gametophyte or embryo sac. അതിൻ്റെ ന്യൂക്ലിയസ് 3 തവണ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് 8 ന്യൂക്ലിയായി മാറും. ഈ 8 ന്യൂക്ലിയകളിൽ 3 ചലാസലൻറ്റിലേക്കും 3
മൈക്രോപൈലാർ എൻഡിലേക്കും നീങ്ങി സെൻട്രൽ സെല്ലിൽ അല്ലെങ്കിൽ അതിലെ മെഗാസ്പോർ സെല്ല് എന്ന് പറയാവുന്ന ഒറിജിനൽ സെല്ലിൽ റിമൈൻ ചെയ്യുന്ന ന്യൂക്ലിയസിനെ സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു ആൻജിയോസ്പേം എംബ്രിയോസാക്ക് നോക്കിയാൽ അറ്റ് മെച്യൂരിറ്റി എത്ര സെല്ലുണ്ടാവും? 7 സെല്ലാണ് ഉണ്ടായിരിക്കുക. പക്ഷേ 8 ന്യൂക്ലിയ ഉണ്ട്. എന്തുകൊണ്ടാണ് 7 സെല്ലും 8 ന്യൂക്ലിയ ഉണ്ടെന്ന് പറയുക? 7 സെല്ല് ഏതൊക്കെയാണ്? 3 ആൻറ്റിപോഡൽസ്, എഗ് അപ്പാരറ്റസ് 3 സെല്ല്, പിന്നെ സെൻട്രൽ സെല്ല് 3 3 6 1 7 സെല്ല് അല്ലേ? പക്ഷേ സെൻട്രൽ സെല്ലിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2. ബാക്കിയെല്ലാം ഓരോ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ 7ഉം 1 8 ന്യൂക്ലിയ ഉണ്ട്. സോ എ ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോസാക്ക് is 8 nucleated and 7 celled. ഇനി മൈക്രോപൈലാർ എൻഡിൽ കാണുന്ന എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്ന 3 സെൽസ് നമ്മൾ പറഞ്ഞു. ഒരു സെൻട്രൽ എഗ് സെല്ലും 2 സിമിലർ സെൽസിൻ്റെയും കാര്യം പറഞ്ഞു. ആ സെൻട്രൽ സെല്ലിനെ ഫീമെയിൽ ഗ്യാമീറ്റ് എന്ന് വിളിക്കാം, ഓവം ഓർ എഗ്. അതിന് ഇരുവശവും കാണുന്ന ഫ്ലാസ്ക് ഷേപ്ഡ് സെൽസ് ആണ് സൈനർജിഡ്സ്. ഒരുപോലെ ഇരിക്കുന്ന 2 സെൽസ് ആണ് സൈനർജിഡ്സ്. ഈ സൈനർജിഡ്സിൽ ഒരു സ്പെഷ്യൽ തിക്കനിങ് ഉണ്ടായിരിക്കും. ആ തിക്കനിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസ്. സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്സ് ആണവ that guide the entry of pollen tube into the embryo sac. So, what is the function of filiform apparatus? Filiform apparatus guide the entry of pollen tube, guiding the pollen tube into the synergids. എന്തിനു വേണ്ടിയാ? For resulting ഫെർട്ടിലൈസേഷൻ. 2 മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. പോളൻ ട്യൂബിൽ ജനറേറ്റീവ് സെല്ലിൻ്റെ ഡിവിഷൻ്റെ ഫലമായിട്ട് 2 മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകും. പോളൻ ട്യൂബ് വളർന്ന് മൈക്രോപൈലാർ എൻഡിലൂടെ എംബ്രിയോ സാക്കിനകത്തേക്ക് എത്തും. എംബ്രിയോ സാക്കിലേക്ക് അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ്. നോക്കിയേ, 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക്. സെൻട്രൽ ന്യൂക്ലിയസിനെ പോളാർ ന്യൂക്ലിയസ് ഓർ സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഇതാണ് ആ സെൻട്രൽ സെല്ല്. ഈ വലിയ സെല്ലിനെയാണ് സെൻട്രൽ സെല്ലെന്ന് വിളിക്കുക. ഇനി നമ്മൾ അടുത്ത പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലേക്ക് കടക്കുകയാണ്, ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. സോ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻ്റായിട്ട് ഗ്യാമീറ്റ് ഫോർമേഷൻ പറഞ്ഞു, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടമാണ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. ഫോർ ദ ഫോർമേഷൻ ഓഫ് സീഡ്സ്, pollen grains produced in anther must be transferred to the stigma of a carpel and the process is called pollination. Pollen grains germinate on the stigma and pollen tube carrying the male gametes reach the ovule and discharge the male gametes near the egg. That is gamete transfer. ഇനി പോളിനേഷൻ എന്തെന്നാണ് പറയുന്നത്? വാട്ട് ഈസ് പോളിനേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഇസ് കോൾഡ് പോളിനേഷൻ. ഇനി പോളിനേഷൻ്റെ ടൈപ്സ് ആണ് പറയുന്നത്. പോളിനേഷൻ മേ ബി ഓഫ് 2 kinds, സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ഒക്കറിങ് വിതിൻ എ ഫ്ലവർ. പോളിനേഷൻ ഒക്കറിങ് ബിറ്റ്വീൻ 2 different plants ആണ് ക്രോസ് പോളിനേഷൻ. സോ സെൽഫ് പോളിനേഷൻ 2 വിധത്തിലാകാം. സെയിം ഫ്ലവർ തന്നെ ആകാം, സെയിം പ്ലാന്റിലെ 2 ഫ്ലവേഴ്സ് ആകാം.
സോ സെൽഫ് പോളിനേഷൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓട്ടോഗമി എന്ന് വിളിക്കും, മറ്റൊന്ന് ഗെയ്റ്റനോഗമി. പോളൻ ഗ്രെയിൻസ് ഓഫ് എ ഫ്ലവർ അത് എവിടെ എത്തുന്നു എന്നതിൻ്റെ ബേസിസിലാണ് സെൽഫ് പോളിനേഷൻ 2 രീതിയിൽ പറയുക. ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ അതേ ഫ്ലവറിലെ സ്റ്റിഗ്മയിലെത്തുകയാണെങ്കിൽ അതിനെ ഓട്ടോഗമി എന്ന് വിളിക്കും. അല്ല, ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ മറ്റൊരു ഫ്ലവറിലെ, അതായത് അതേ പ്ലാന്റിലെ മറ്റൊരു ഡിഫറെൻറ്റ് ഫ്ലവറിലേക്കാണ് എത്തുന്നതെങ്കിൽ അതിനെ ഗെയ്റ്റനോഗമി എന്നാണ് വിളിക്കുക. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ക്രോസ് പോളിനേഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. സോ ഇറ്റ് ഈസ് കോൾഡ് സീനോഗമി. സോ ഫോർ പോളിനേഷൻ ടൈപ്സ് ഏതൊക്കെയാണ്? ഓട്ടോഗമി, ഗെയ്റ്റനോഗമി, സീനോഗമി. ഇനി ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്ക്, അതേ സ്പീഷീസിൽപ്പെട്ട മറ്റൊരു പ്ലാന്റിലേക്ക് പോളൻ ഗ്രെയിൻ എത്തുന്നത് പല ഏജൻസിൻ്റെ സഹായത്തോടെയാകാം. ആ ഏജൻസിനെ വിളിക്കുന്ന പേരാണ് പോളിനേറ്റിംഗ് ഏജൻസ്. അവ ജീവനില്ലാത്ത ഏജൻ്റ് ആണ് എങ്കിൽ അതിനെ ബയോട്ടിക് ഏജൻസ് എന്ന് വിളിക്കാം. ദാറ്റ് മേ ബി വിൻഡ് ഓർ വാട്ടർ. എന്നാൽ പോളിനേറ്റിംഗ് ഏജൻറ്റ് ഓർഗാനിസംസ് ആണ് എങ്കിൽ അതിനെ ബയോട്ടിക് ഏജൻസ് എന്ന് വിളിക്കാം. അത് പലതരത്തിലാകാം. അതിൽ ബേർഡ്സ് പോളിനേറ്റിംഗ് ഏജൻ്റ് ആകാം, ബാറ്റ് പോളിനേറ്റിംഗ് ഏജൻ്റ് ആകാം, ഇൻസെക്ട്സ് പോളിനേറ്റിംഗ് ഏജൻ്റ് ആകാം, സ്നെയിൽ, പിന്നെ മറ്റ് ആനിമൽസ്, ഇതൊക്കെ പോളിനേറ്റിംഗ് ഏജൻസ് ആയാൽ അതിനനുസരിച്ച് പല പല പേരുകളിലാണ് പറയുക. ഇനി പോളിനേറ്റിംഗ് ഏജൻസ് ഓർഗാനിസംസ് ആണെങ്കിൽ അല്ലെങ്കിൽ അനിമൽസ് ആണെങ്കിൽ പൊതുവെ സൂഫിലി എന്ന് വിളിക്കും. ഇൻസെക്ട്സ് ആണ് പോളിനേറ്റിംഗ് ഏജൻ്റ് എങ്കിൽ അതിനെ എൻറ്റമോഫിലി എന്ന് വിളിക്കും. ബേർഡ്സ് ആണ് പോളിനേറ്റിംഗ് ഏജൻ്റ് എങ്കിൽ ഓർണിത്തോഫിലി എന്ന് വിളിക്കും. സ്നെയിൽസ് ആണ് പോളിനേറ്റിംഗ് ഏജൻ്റ് എങ്കിൽ മാലക്കോഫിലി എന്നാണ് വിളിക്കുക. ബാറ്റ് പോളിനേറ്റിംഗ് ഏജൻ്റ് ആണെങ്കിൽ കൈറോറ്റീറോഫിലി എന്ന് പറയും. ഇനി അതല്ല ആൻസ് ആണ് എങ്കിൽ അതിനെ മെർമെക്കോഫിലി എന്ന് വിളിക്കും. സോ ഡിപ്പെൻഡിങ് ഓൺ the type of organism that goes pollination, different pollination names are given. Different names are given for pollination. That means like malacophily, entomophily, ornithophily, chiropterophily, zoophily, etc. അതുപോലെ എബയോട്ടിക് ഏജൻസ് ആണ് പോളിനേഷൻ നടത്തുന്നതെങ്കിൽ if wind is the pollinating agent, the pollination is called anemophily. If water is the pollinating agent, it is called hydrophily. Okay, നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. So what is pollination? നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പോളൻ ഗ്രെയിൻ ആൻഡ് എംബ്രിയോ സാക്ക്. 2 ഗ്യാമീറ്റ്സും നോൺ മോട്ടൈലാണ്. സോ പോളിനേഷൻ നടന്നെങ്കിൽ മാത്രമേ പോളിനേഷൻ നടന്നെങ്കിൽ മാത്രമേ ഗ്യാമെറ്റിക് ഫ്യൂഷൻ നടക്കാൻ സാധ്യതയുണ്ടാവുന്നുള്ളൂ. സോ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ പിസ്റ്റൽ ഇസ് കോൾഡ് പോളിനേഷൻ. അതിന് പലതരം എക്സ്റ്റേണൽ ഏജൻസ് സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാണ്. കൈൻഡ്സ് ഓഫ് പോളിനേഷൻ. പോളൻ ഗ്രെയിൻ്റെ സോഴ്സ് അനുസരിച്ച് പോളിനേഷനെ തരംതിരിച്ചിട്ടുണ്ട്. അതായത് സെൽഫ് പോളിനേഷൻ എന്നും ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷനിലെ ഒരു ടൈപ്പാണ് ഓട്ടോഗമി. ഇതിൽ ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസ്, അതായത് അതിൻ്റെ ആന്തറിലെ പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിലെ തന്നെ സ്റ്റിഗ്മയിലെത്തുക. ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് ഓട്ടോഗമി. അങ്ങനെ വരുമ്പോൾ
ഓട്ടോഗമി നടക്കണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേകതകൾ ആ ഫ്ലവേഴ്സിനുണ്ടായിരിക്കണം. അതിൻ്റെ പോളൻ റിലീസും സ്റ്റിഗ്മ മെച്യൂരിറ്റിയും ഒരേ സമയം നടക്കണം. സ്റ്റിഗ്മ റിസപ്റ്റീവ് ആയെങ്കിൽ മാത്രമേ പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യാൻ പറ്റൂ. ഏകദേശം ഒരേ സമയത്ത് തന്നെ ആന്തറും സ്റ്റിഗ്മയും ഡെവലപ്പ് ചെയ്യണം. There must be a synchrony in pollen release and stigma receptivity. തന്നെയുമല്ല സ്റ്റിഗ്മയും ആന്തറും ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിരിക്കണം. എങ്കിലാണ് ഓട്ടോഗമിക്ക് സാധ്യത കൂടുതൽ. ഇനി ചില ചെടികളിൽ ലൈക്ക് വയോള, കോമൺ പാൻസി, അതുപോലെ അക്സാലിസ്, കോമലീന, ഇവയിലൊക്കെ 2 തരം ഫ്ലവേഴ്സാണുള്ളത്. ഫ്ലവേഴ്സ് 2 തരം. നോർമൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് ആന്തറും സ്റ്റിഗ്മയും ഉള്ളവയാണ്. അത്തരം ഫ്ലവേഴ്സിനെ കാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയാം. നമുക്ക് ചുറ്റും കാണുന്ന പൂക്കളെ നോക്കിയാൽ കൂടുതലും കാസ്മോഗ്യാമസ് ആണ്. അവയുടെ ഫ്ലവർ നല്ലതുപോലെ വിരിയും. അതിൻ്റെ ആന്തറും സ്റ്റിഗ്മയും ഒക്കെ എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നവയായിരിക്കും. അത്തരം ഫ്ലവേഴ്സിന് കൂടുതൽ പഥ്യം ക്രോസ് പോളിനേഷനാണ്. അല്ലെങ്കിൽ പറയാം പ്രകൃതി കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് ക്രോസ് പോളിനേഷനാണെന്ന് പറയാം. എന്നാൽ ചില ഫ്ലവേഴ്സിൽ അങ്ങനെയല്ല. ആ ഫ്ലവർ ഓപ്പൺ ചെയ്യാറേയില്ല. അത്തരം ഫ്ലവേഴ്സാണ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ദാറ്റ് നെവർ ഓപ്പൺ. അപ്പോൾ അവിടെ എങ്ങനെയാണ് പോളിനേഷൻ നടക്കുക? ഒരു ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ ആണ് ഉള്ളതെങ്കിൽ അതിൽ ബോത്ത് സെക്സ് ഓർഗൻസും ഉണ്ടായിരിക്കും. ഫ്ലവർ ഓപ്പൺ ചെയ്യില്ല. പോളൻ ഗ്രെയിൻസ് അതിൻ്റെ തന്നെ ആ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ മാത്രമേ എത്താൻ സാധിക്കൂ. മറ്റൊരു ചോയ്സ് ഇല്ല, അല്ലേ? അവിടെ സ്ട്രിക്റ്റ് ഓട്ടോഗമിയാണ്. എന്നാൽ കാസ്മോഗ്യാമസ് ഫ്ലവറിൽ ഓട്ടോഗമി നടക്കാം. പക്ഷേ കൂടുതൽ സാധ്യത ഏതിനാണ്? ക്രോസ് പോളിനേഷനാണ് സാധ്യത. Thus, Cleistogamous flowers are invariably autogamous as there is no chance of cross pollen landing on the stigma. Cleistogamous flowers produce assured seed sets even in the absence of pollinators. അവിടെ പോളിനേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ സീഡ് ഉണ്ടാകും. നോക്കിയാൽ ഇവിടെ വയോള ഫ്ലവേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് വയോളയുടെ കാസ്മോഗ്യാമസ് ഫ്ലവർ, ഓപ്പൺഡ് ഫ്ലവേഴ്സ് ആണ് വിത്ത് പ്രൊജക്റ്റഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. എന്നാൽ ഇത് നോക്കിയേ, ഇത് ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ്. ഇതിൽ പോളൻ ഗ്രെയിൻസും സ്റ്റിഗ്മയും എല്ലാം ആ ക്ലോസ്ഡ് ഫ്ലവറിനുള്ളിൽ തന്നെയാണ് പോളിനേഷൻ നടക്കുന്നത്. സെൽഫ് പോളിനേഷൻ, ഓട്ടോഗമി മാത്രമേ നടക്കുകയുള്ളൂ. അതിൻ്റെ സീഡ് ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഇത് മറ്റൊരു പ്ലാന്റ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കോമലീന എന്ന് പറയുന്നത്. അതിൻ്റെ കാസ്മോഗ്യാമസ് ഫ്ലവറാണിത്. വയലറ്റ് കളറിൽ നമുക്ക് കാണാം. അതിൽ തന്നെ മറ്റൊരു തരം ഫ്ലവർ കൂടെയുണ്ട്. ഏതാണ്? ഓപ്പൺ ചെയ്യാത്ത തരം ഫ്ലവർ. അതിനെ വിളിക്കുന്ന പേരാണ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. സോ കാസ്മോഗ്യാമസ് ആൻഡ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ ഉള്ള 2 ചെടികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വയോള, മറ്റൊന്ന് കോമലീന. ഇനി ഒന്നുകൂടിയുണ്ട്, പുളിയാറിലെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓക്സാലിസ്. നമ്മൾ കഴിഞ്ഞ വർഷം റണ്ണറിന് എക്സാമ്പിളായിട്ട് പഠിച്ചതാണ്. സോ കാസ്മോഗ്യാമസ് ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണ്? These open at maturity and expose their stigma and stamen. They may be cross-pollinated or self-pollinated. Self-pollination നടക്കാം. എന്നാൽ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ബൈസെക്ഷൽ ആയിരിക്കും, which do not open at all even in maturity. അവിടെ സെൽഫ് പോളിനേഷൻ, അതുതന്നെ ഓട്ടോഗമി മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി സെൽഫ് പോളിനേഷൻ തന്നെയാണ് ഇവിടെയും ഇനി അടുത്ത് പറയാൻ പോകുന്നത്. പക്ഷേ മറ്റൊരു രീതിയാണ് ഗെയ്റ്റിനോഗമി എന്ന് വിളിക്കും. വാട്ട് ഈസ് ഗെയ്റ്റിനോഗമി? ഇതോ നോക്കിക്കേ, ഇവിടെ ഒരു പ്ലാന്റിലെ 2 ഫ്ലവേഴ്സ് തങ്ങളിൽ പോളിനേഷൻ നടക്കുന്നു. ഒന്നിലെ പോളൻ ഗ്രെയിൻ മറ്റൊരു ഫ്ലവറിലെത്തുന്നു. പക്ഷേ ആ പ്ലാന്റിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ പോളിനേഷൻ എന്താണ്? സെൽഫ് പോളിനേഷനാണ്. പക്ഷേ ഓട്ടോഗമി അല്ല, കാരണം സെയിം ഫ്ലവറിലല്ല എത്തുന്നത്.
different flower of the same plant. That condition is called geitonogamy. So define geitonogamy: transfer of pollen grains from the anther to the stigma of another flower of the same plant. Functionally geitonogamy നമുക്ക് എന്തായിട്ട് പറയാം? ക്രോസ് പോളിനേഷൻ ആണ്. കാരണം ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. പക്ഷേ ജനറ്റിക്കലി അത് ഓട്ടോഗമിയാണ്. കാരണം എന്താ? ഈ പേരൻറ്റിൻ്റെ, ഈ പ്ലാന്റിൻ്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, അല്ലാതെ ഡിഫറൻസ് ഒന്നും ഉണ്ടാകുന്നില്ല, അല്ലേ? സോ ഓൾദോ ഗെയ്റ്റനോഗമി ഈസ് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ഇൻവോൾവിംഗ് എ പോളിനേറ്റിംഗ് ഏജൻറ്റ്, genetically it is similar to autogamy since the pollen grains come from the same plant. ഇനി മൂന്നാമത്തെ രീതിയാണ് നമ്മൾ പറഞ്ഞത് സീനോഗമി, അതായത് സെൽഫ് പോളിനേഷൻ കൂടാതെ മറ്റൊരു രീതി പറഞ്ഞു ക്രോസ് പോളിനേഷൻ, സീനോഗമി ഓർ അല്ലോഗമി എന്ന് വിളിക്കും. ഇവിടെ ട്രാൻസ്ഫർ പോളൻ ഗ്രെയിൻസ് എവിടെ നടക്കും? ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ഈ ഡിഫറെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് സെയിം സ്പീഷീസിൽപ്പെട്ടവയായിരിക്കണം. സെയിം സ്പീഷീസിൽപ്പെട്ട രണ്ട് പ്ലാന്റുകൾക്കിടയിൽ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ നടക്കുന്ന രീതിയാണ് സീനോഗമി ഓർ ക്രോസ് പോളിനേഷൻ ഓർ അല്ലോഗമി. ഓക്കെ, നോക്കിയാൽ നമ്മൾ ആ പറഞ്ഞ 3 രീതികളും ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സെൽഫ് പോളിനേഷൻ ഒരു പ്ലാന്റിൻ്റെ തന്നെ ഒരു ഫ്ലവറിലെ തന്നെ ആന്തർ അതിൻ്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന രീതിയാണ് ഓട്ടോഗമി. ഈ ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻ മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു, അതും സെൽഫ് പോളിനേഷനാണ്. പക്ഷേ ഗെയ്റ്റനോഗമി ഈ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സുകൾക്കിടയിൽ നടക്കുന്ന പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ആണ് ക്രോസ് പോളിനേഷൻ. ബട്ട് ദ പ്ലാന്റ്സ് ആർ ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷീസിൽപ്പെട്ട 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇനി പോളൻ ഗ്രെയിനിൻ്റെ സോഴ്സ് അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത് സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. ഇനി പോളിനേറ്റിംഗ് ഏജൻസിൻ്റെ ബേസിസിൽ നമുക്ക് പോളിനേഷനെ തരംതിരിക്കാം. പ്ലാന്റ്സ് പോളിനേറ്റിംഗ് ഏജൻ്റായിട്ട് ജീവനുള്ളവ അല്ലെങ്കിൽ ഓർഗാനിസംസിനെ ഉപയോഗിക്കാം, അല്ല എങ്കിൽ എബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ സഹായത്തോടെ പോളിനേഷൻ നടത്താം. സോ ഏജൻസ് ഓഫ് പോളിനേഷൻ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം: ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ് പോളിനേറ്റിംഗ് ഏജൻസ്. 2 എബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ് ആണുള്ളത്: വിൻഡ് ആൻഡ് വാട്ടർ. ഒരു ബയോട്ടിക് ഏജന്റ് എന്ന് പറയുന്നത് ആനിമൽസ് ആണ്. ഇനി ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ആനിമൽസ് അതിൻ്റെ പേരുകൾ വ്യത്യാസപ്പെടും എന്നുള്ളതേ ഉള്ളൂ. ആനിമൽസ് ആണ് പോളിനേറ്റിംഗ് ഏജൻസ് ഇൻ ബയോട്ടിക് പോളിനേഷൻ. നമുക്ക് ആദ്യം വിൻഡ് പോളിനേഷൻ, എബയോട്ടിക് ഫാക്ടേഴ്സ് മുഖേന പോളിനേഷൻ നടക്കുന്ന രീതികൾ നോക്കാം. വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിനെ അനിമോഫിലസ് ഫ്ലവേഴ്സ് എന്ന് പറയും. വിൻഡ് പോളിനേഷനെ വിളിക്കുന്ന പേരാണ് അനിമോഫിലി. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്, വിൻഡാണല്ലോ പോളിനേറ്റിംഗ് ഏജൻറ്റ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബ്രൈറ്റ് കളറൊന്നും ഉണ്ടാവില്ല, സ്പെഷ്യൽ മണമൊന്നും ഉണ്ടാകത്തില്ല. ഒരു ജീവികളും അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ആ പ്ലാന്റിന് ഉദ്ദേശമില്ല, അതുകൊണ്ട് തന്നെ നെക്ടർ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തായിരിക്കും ഏറ്റവും പ്രധാന പ്രത്യേകത? വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് ടിപ്പിക്കലി നോ ബ്രൈറ്റ് കളേഴ്സ്, നോ സ്പെഷ്യൽ ഓർഡർ ഓർ നെക്ടർ. തന്നെയുമല്ല പെറ്റലിനൊന്നും കളറൊന്നുമില്ല. സ്റ്റേമെൻസും സ്റ്റിഗ്മയും എയറിലേക്ക് ഫുള്ളി എക്സ്പോസ്ഡ് ആയിരിക്കും. കാരണം കാറ്റ് വേണം അതിനെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിനെ കൊണ്ട് സ്റ്റിഗ്മയിലേക്ക് എത്തിക്കാൻ. അങ്ങനെ കാറ്റ് മൂലം പറന്നു വരുന്ന പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്യാൻ തക്കവണ്ണം വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും സ്റ്റിഗ്മയും. ഇനി ആ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ പോളൻ ഗ്രെയിൻ ജസ്റ്റ് ടച്ച് ചെയ്താൽ പോലും അവിടെ പറ്റിപ്പിടിക്കാൻ തക്കവണ്ണം സ്റ്റിഗ്മാറ്റിക് സർഫസിൽ ഹെയറി
അപ്പിയറൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിക്കി നേച്ചർ ഉണ്ടാകാം. കാറ്റത്ത് പറന്നു വരണം പോളൻ ഗ്രെയിൻ എങ്കിൽ പോളൻ ഗ്രെയിൻ ഡ്രൈ ആയിരിക്കും. ഒരിക്കലും അതിന് വെയിറ്റ് ഉണ്ടാകാൻ പാടില്ല. വലിയ വെയിറ്റുള്ള സാധനം കാറ്റത്ത് പറന്നു പോകില്ലല്ലോ. സോ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ഡ്രൈ ആയിരിക്കും. സ്റ്റിഗ്മ ഫെദറി അല്ലെങ്കിൽ ഹെയറി ആയിരിക്കും. അതാണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് കാറ്റടിച്ച് പറന്നു പോകാൻ തക്കണം. ഇവിടെ ഇങ്ങനെ ഡസ്റ്റ് പോലെ കാണിച്ചിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് ആണ്. അതിൻ്റെ ആൻതേഴ്സും സ്റ്റിഗ്മയും ഒക്കെ വെൽ എക്സ്പോസ്ഡ് ആണ്. ആൻതേഴ്സ് തന്നെ പ്രത്യേക രീതിയിലാണ് അതിൻ്റെ പോളൻ ഗ്രെയിൻ കാണുക. പോളൻ ഗ്രെയിനിൻ്റെ ആൻതേഴ്സിൻ്റെ നടുഭാഗത്തായിട്ടായിരിക്കും ഫിലമെൻ്റ് കാണുക. ഒരു സിക്സാഗ് പോലെ അല്ലെങ്കിൽ സെൻട്രലി ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഫിലമെൻറ്റിന്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ആൻതറിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തക്കവണ്ണമായിരിക്കും പോളൻ ഗ്രെയിനിൽ ഫിലമെൻ്റ് അറ്റാച്ച് ചെയ്തിരിക്കുക. അത്തരം സ്പെഷ്യൽ വേഴ്സറ്റൈൽ സ്റ്റേമൻ ആയിരിക്കും അനിമോഫിലസ് ഫ്ലവേഴ്സിന് കാണുക. മിക്കവാറും അതിൻ്റെ ഫ്രൂട്ട്സിൽ ഒറ്റ സീഡായിരിക്കും കാണുക. പിന്നെ ഫ്ലവേഴ്സ് ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും. അവയെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തായിരിക്കും കാണുക, ആസ് ഇൻ ഫ്ലോറസൻസ്. ഈ ഫ്ലവേഴ്സ് ഒന്നും തന്നെ കളർഫുൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞു, പക്ഷേ അവയുടെ ആൻതറും സ്റ്റിഗ്മയും വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. ഇനി എക്സാമ്പിൾസ് നോക്കിക്കേ. ഗ്രാസ്, ഓക്ക്, ഹെയ്സൽ, പ്ലാന്റെയിൻ, പാപ്പിറസ് എക്സെട്ര. ഇതെല്ലാം അനിമോഫിലസ് ഫ്ലവേഴ്സ് ആണ്. സോ വാട്ട് ഈസ് അനിമോഫിലി? വിൻഡ് പോളിനേഷൻ ഇസ് കോൾഡ് അനിമോഫിലി. അതിൻ്റെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിറമോ മണമോ കളറോ കാണില്ല, പക്ഷേ സ്റ്റേമനും സ്റ്റിഗ്മയും വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. ഫ്രീ മൂവ്മെൻറ്റ്, എയറിൽ ഫ്രീ മൂവ്മെൻറ്റ് പോസിബിൾ ആകത്തക്കവണ്ണം വേഴ്സറ്റൈൽ സ്റ്റേമൻ ആയിരിക്കും ഉണ്ടാകുക. അതായത് ആന്തറിൻ്റെ സെൻട്രലി ബാക്കിൽ സെൻട്രൽ പാർട്ടിലായിട്ടായിരിക്കും ഫിലമെൻ്റ് അറ്റാച്ച് ചെയ്തിരിക്കുക. പോളൻ ഗ്രെയിൻ സ്മൂത്ത് ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. സ്റ്റിഗ്മ ഫെദറി ആയിരിക്കും ടു റിസീവ് ദ പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു എബയോട്ടിക് ഏജൻ്റ് ആണ് വാട്ടർ. വാട്ടർ പോളിനേഷൻ ഇസ് അതർവൈസ് നോൺ ആസ് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സിനും ചില പ്രത്യേകതകളുണ്ട്. ഹൈഡ്രോഫിലസ് ഫ്ലവേഴ്സ് രണ്ട് തരമുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് വാലിസ്നേറിയ എന്ന ഒരു പ്ലാന്റ് ആണ്. വാലിസ്നേറിയ അതിൻ്റെ മെയിൽ ഫ്ലവേഴ്സ് ഫീമെയിൽ ഫ്ലവേഴ്സും പെറ്റലൊന്നും കാണില്ല. കാരണം അവിടെ പെറ്റലിനെ ഒന്നും ആവശ്യം വരുന്നില്ല. ഫ്ലവർ എന്ന് പറയുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമായിരിക്കും. മെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യം ഉള്ളി, ഫീമെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഗൈനീഷ്യം ഉള്ളി. സെപ്പൽസ് കാണാം, സെപ്പൽസ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാണാം, പക്ഷേ മറ്റ് പാർട്സ് ഒന്നും തന്നെ കാണില്ല. തന്നെയുമല്ല യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും, ഐദർ മെയിൽ ഓർ ഫീമെയിൽ. ഇനി മെയിൽ ഫ്ലവേഴ്സ്, പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് മെയിൽ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വാട്ടറിൻ്റെ സർഫസിലേക്ക് റിലീസ് ചെയ്യും. വെള്ളത്തിൻ്റെ മുകളിൽ ഒഴുകി നടക്കണമെന്നുണ്ടെങ്കിൽ പോളൻ ഗ്രെയിൻസ് എങ്ങനെയായിരിക്കും? ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പിന്നെ വെള്ളത്തിൽ ഒഴുകി നടക്കാൻ തക്കവണ്ണം അതിന് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ പോളൻ ഗ്രെയിൻസിനെ പാസീവായിട്ട് വാട്ടർ കറണ്ട് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടു പോകും. ഈ ഒഴുകി പോകുന്ന വഴിക്ക് ഈ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലെത്തണം. അതിനായിട്ട് ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റോക്ക്, ഫീമെയിൽ ഫ്ലവറിൻ്റെയും മെയിൽ ഫ്ലവറിൻ്റെ ആയാലും സ്റ്റോക്കിനെ എന്ത് വിളിക്കും? പെഡിസൽ. ഇവിടെ ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റോക്ക് വളരെ നീളമുള്ളതായിരിക്കും. കാരണം നോക്കിയേ, വളരെ നീളമുള്ള ഒരു ഫ്ലവറാണ് ഫീമെയിൽ ഫ്ലവർ, അതിൻ്റെ പെഡിസൽ. എന്തിനു വേണ്ടിയാണ്? ഈ വാട്ടറിൻ്റെ സർഫസിന് തൊട്ട് താഴെ ഫീമെയിൽ ഫ്ലവറിനെ കൊണ്ട് നിർത്തണം. എങ്കിൽ മാത്രമേ പോളൻ ഗ്രെയിനെ അതിന് റിസീവ് ചെയ്യാൻ പറ്റൂ. ഇനി വാട്ടർ കറണ്ടിൽ ഒഴുകി പെട്ടെന്നങ്ങ് പോകാം, അപ്പോൾ പോളിനേഷൻ നടക്കാതെ വരാം. അത് ഒഴിവാക്കാനായിട്ട് സ്റ്റിഗ്മയുടെ സർഫസിൽ ഒരു ഡിപ്രഷൻ ഉണ്ടായിരിക്കും, ഒരു കുഴി ഉണ്ടായിരിക്കും. ആ കുഴിയിലേക്ക് വെള്ളത്തോടൊപ്പം പോളൻ ഗ്രെയിൻസ്
വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് പോളിനേഷൻ നടക്കുക. സോ വാലിസ്നേറിയയുടെ പോളിനേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോക്കിയേ, ഇവിടെ വാട്ടറിൻ്റെ സർഫസിന് താഴെയുള്ള സീ ഗ്രാസസിലെ കാര്യമാണ് പറയുന്നത്. ഫീമെയിൽ ഫ്ലവേഴ്സ് പിന്നെ സബ്മേർജ്ഡ് ആയിട്ട് തന്നെ കാണും. പോളൻ ഗ്രെയിൻസ് വെള്ളത്തിനടിയിൽ തന്നെയാണ് റിലീസ് ചെയ്യുക. ഇത് ലാർജ് ആയിരിക്കും ഫീമെയിൽ ഫ്ലവേഴ്സ്, സ്മോൾ മെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. ഇത് സീ ഗ്രാസസിലെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി അടുത്തത് ബയോട്ടിക് ഏജൻസിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട് പോളിനേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് entomophily. What is entomophily? Insect pollination. So flowers that are pollinated by insects are called entomophilous flowers. എന്തുകൊണ്ടും ഇൻസെക്ട്സ് പോളിനേറ്റിംഗ് ഏജന്റ് ആകുമ്പോൾ ഇൻസെക്റ്റിനെ അവിടേക്ക് എത്തിക്കാൻ തക്കവണ്ണമുള്ള മോഡിഫിക്കേഷൻസ് ആ ഫ്ലവറിനുണ്ടായിരിക്കും. ഇൻസെക്ട്സിന് കളറിനോടും തിളക്കവും ഒക്കെ വളരെ ഇഷ്ടമാണ്. സോ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഫ്ലവേഴ്സ് വിൽ ബി ലാർജ് ആൻഡ് ബ്രൈറ്റ്ലി കളേർഡ്. ഇനി അവിടെ ആ കളർ കണ്ട് അട്രാക്റ്റ് ചെയ്യപ്പെട്ടെത്തിയാലോ, അവിടെ അതിനെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആഹാരം വേണം. എന്താണ്? നെക്ടർ. ഇനി ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിലും ഇൻസെക്ട്സ് പോളിനേറ്റ് ചെയ്യാം. പക്ഷേ ചെറിയ ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും കാണുക. കാരണം ഒരു വലിയ ഫ്ലവർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കും കാണുക. ലാർജ് ഫ്ലവേഴ്സും കാണാം, അല്ലെങ്കിൽ ചെറിയ ഫ്ലവർ ഇൻഫ്ലോറസൻസ് ആയിട്ട് കാണാം. സ്വീറ്റ് സ്മെല്ലായിരിക്കും. ആ സ്മെല്ലിൽ അട്രാക്റ്റ് ചെയ്യപ്പെട്ട് അവിടെ എത്തിയാൽ അതിനെ അവിടെ പിടിച്ചു നിർത്താൻ നെക്ടർ എന്ന് പറയുന്നൊരു വിഭവമുണ്ട്, അല്ലേ? സോ സ്റ്റിഗ്മ, സാധാരണഗതിയിൽ സ്റ്റിഗ്മയുടെ സർഫസ് ഈ നെക്ടർ ഇരിക്കുന്നതിന് മുകളിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുക. ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നെങ്കിലേ നെക്ടർ കിട്ടും. അപ്പോൾ പോകുന്ന വഴിക്ക് സ്റ്റിഗ്മയുടെ സർഫസിലേക്ക് പോളൻ ഗ്രെയിൻ ഡസ്റ്റ് ചെയ്തിട്ട് പോകണം. ഇതാണ് ഉദ്ദേശം. അപ്പോൾ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് സ്റ്റിക്കി ആയിരിക്കും. ഇവിടെ ഒരു ഹണി ബീയെ കണ്ടില്ലേ? അതിൻ്റെ പുറം മുഴുവൻ പോളൻ ഗ്രെയിൻസ് ആണ്. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതെല്ലാം പോളൻ ഗ്രെയിൻ ആണ്. ഒരു ഫ്ലവർ വിസിറ്റ് ചെയ്തിട്ട് വരികയാണ്. അടുത്ത ഫ്ലവറിൽ എത്തുമ്പോഴേക്ക് തേൻ കുടിക്കാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പറ്റി പിടിക്കണം ഈ പോളൻ ഗ്രെയിൻ. ഇത് സ്റ്റിക്കിയാണ് പോളൻ ഗ്രെയിൻ. ഈ സ്റ്റിക്കി പോളൻ ഗ്രെയിനെ അവിടെ റിസീവ് ചെയ്യാൻ തക്കവണ്ണം സ്റ്റിഗ്മാറ്റിക് സർഫസ് ഫെദറി ആയിരിക്കും. ആ ഫെദറിനിടയിൽ അല്ലെങ്കിൽ രോമങ്ങൾക്കിടയിലേക്ക് അത് പറ്റിപ്പിടിക്കും. എന്തിനു വേണ്ടിയാണത്? അത് പോളിനേഷൻ നടത്താനല്ല എത്തുന്നത്, പക്ഷേ പോളിനേഷൻ നടക്കണമെന്ന് പ്രകൃതിയുടെ ഉദ്ദേശമാണ്. അപ്പോൾ നെക്ടർ എവിടെയാണ് പ്ലേസ് ചെയ്യുക? സ്റ്റിഗ്മാറ്റിക് സർഫസിന് താഴെയായിരിക്കും. നെക്ടർ കുടിച്ചിട്ട് പോകുന്ന വഴിക്ക് സ്റ്റിഗ്മയിലേക്ക് അതേ പോളൻ ഗ്രെയിൻ ഡസ്റ്റ് ചെയ്ത് വെച്ച് പോകും. സോ എന്തൊക്കെയാണ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത? ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ അത് ഇൻഫ്ലോറസൻസ് ആയിരിക്കും. നോർമലി ലാർജ് ഫ്ലവേഴ്സ് ആയിരിക്കും, ബ്രൈറ്റ് കളേർഡ് ആയിരിക്കും, സ്വീറ്റ് സ്മെല്ലുണ്ടാകും, നെക്ടർ ഉണ്ടാകും. പിന്നെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന സ്റ്റിക്കി ആയിരിക്കും. പിന്നെ സ്റ്റിഗ്മാറ്റിക് സർഫസ് എന്താ പറയുക, ഹെയറി ആയിരിക്കും അല്ലെങ്കിൽ ഫെദറി ആയിരിക്കും ടു റിസീവ് ദ പോളൻ ഗ്രെയിൻസ്. നെക്ടറാണ് ഇൻസെക്റ്റിനെ അവിടെ എത്തിക്കുന്നത്. നെക്ടറിൻ്റെ പ്രസൻസ് ആണ് ഇൻസെക്റ്റിനെ അവിടെ എത്തിക്കുക. വേണ്ടേ? മറ്റ് പലതരം പോളിനേഷൻ ടൈപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബേർഡ് പോളിനേഷൻ ഇസ് കോൾഡ് ഓർണിത്തോഫിലി. ആൻഡ് പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ളതാണ് മിർമെക്കോഫിലി. പീപ്പലാന്തസ് ലുണ്ടെ എന്ന് പറയുന്ന പ്ലാന്റ് ആണിത്. ഇതായത് നോക്കിയേ, സ്നെയിലാണ് ഇവിടെ. ക്യാമ്പാനുല ജക്കോബെ എന്ന് പറയുന്ന പ്ലാന്റിലെ പോളിനേറ്റിംഗ് ഏജന്റ് ആരാണ്? സ്നെയിലാണ്. പോളിനേഷൻ ഇസ് കോൾഡ് മാലക്കോഫിലി. ഇനി
ബാറ്റ് പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ടുള്ള ഈ പ്ലാന്റിനെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതിനെ എന്ത് വിളിക്കും? ടൈപ്പ് ഓഫ് പോളിനേഷൻ ഇസ് കോൾഡ് കൈറോപ്റ്റീറോഫിലി. ബാറ്റ് പോളിനേറ്റിംഗ് ഏജൻ്റ് ആണെങ്കിൽ എന്ത് വിളിക്കും? കൈറോപ്റ്റീറോഫിലി. പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതെ, വാഴയാണ്. സാധാരണ ബീറ്റിൽസ് പോളിനേറ്റിംഗ് ഏജൻ്റ് ആകാറുണ്ട് ചില ചെടികളിൽ. ചില ഫ്ലൈസ്, അതുപോലെ ചില ബീറ്റിൽസ്, അവയൊക്കെ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിന് ചില പ്രത്യേകതകളും ഉണ്ടായിരിക്കും. ബീറ്റിൽസൊക്കെയാണ് പോളിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഫ്ലവേഴ്സിന് ഒരു ഫൗൾ സ്മെല്ലായിരിക്കും ഉണ്ടാകുക. ആ ഫൗൾ സ്മെല്ല് നമുക്ക് അരോചകമായിരിക്കും, പക്ഷേ ആ ബീറ്റിലിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഫൗൾ സ്മെല്ല് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവിടെ 2 ഫ്ലവേഴ്സ് കാണാം. ഇതാണ് ലാർജസ്റ്റ് ഫ്ലവർ, റഫ്ലീഷ്യ. ഇത് ടോളസ്റ്റ് ഫ്ലവറാണ്. എന്താണ്? അമോർഫോഫാലസ്. ചേനയുടെ വർഗ്ഗത്തിൽ വരുന്ന പൂവാണ്. ചേനയുടെ പൂ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതേ ഷേപ്പിലാണ്. ആന്തൂറിയം ഒക്കെ കണ്ടിട്ടില്ലേ? ആ വിഭാഗത്തിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അമോർഫോഫാലസ്. ഇതിൽ 2ലും ഫ്ലൈസ് ആണ്. ചില പ്രത്യേകതരം ഫ്ലൈസ് ആണ് ഇതിന് പോളിനേറ്റിംഗ് ഏജൻറ്റ്. റഫ്ലീഷ്യയെ സംബന്ധിച്ചാണെങ്കിൽ അതിന് പ്രത്യേക സ്മെല്ലാണ്, ചീഞ്ഞ മാംസത്തിൻ്റെ സ്മെല്ലാണ് ആ ഫ്ലവറിന്. ആ സ്മെല്ലിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ജീവികളാണ് അവനെ പോളിനേറ്റ് ചെയ്യുന്നത്. ഫ്ലൈസ് അട്രാക്റ്റഡ് ബൈ ദ ഫൗൾ സ്മെൽ ഓഫ് ദീസ് ഫ്ലവേഴ്സ് ആർ ദ പോളിനേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഒരു ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്തെന്നും അതിൻ്റെ ഡെവലപ്മെൻറ്റും ഗ്യാമീറ്റ് ട്രാൻസ്ഫറുമാണ് പഠിച്ചത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, കാർപ്പലിൻ്റെ സ്ട്രക്ചർ, അതുപോലെ ഓവിയൂൾ ഓർ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഒരു ഫങ്ഷണൽ മെഗാസ്പോർ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു. ആ ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ ന്യൂക്ലിയസിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഒരു എംബ്രിയോസാക്ക് ഉണ്ടാകുന്നു. എംബ്രിയോസാക്ക് ഒറ്റ മെഗാസ്പോറിൽ നിന്നുണ്ടാകുന്നതുകൊണ്ട് അതിനെ മോണോസ്പോറിക് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഓവിയൂളിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽസ് പറഞ്ഞു. പിന്നെ എഗ് അപ്പാരറ്റസ്, സൈനർജിറ്റ്സ്, ഫിലിഫോം അപ്പാരറ്റസ്, ആൻറ്റിപോഡൽസ്, ഇതൊക്കെ എന്തെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഗ്യാമീറ്റ് ട്രാൻസ്ഫറിൽ പോളിനേഷൻ പറഞ്ഞു, പോളിനേഷൻ ടൈപ്സ് പറഞ്ഞു, സെൽഫ് ആൻഡ് ക്രോസ് പോളിനേഷൻ ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് പോളൻ ആൻഡ് പോളിനേഷൻ ടൈപ്സ് ബേസ്ഡ് ഓൺ പോളിനേറ്റിംഗ് ഏജൻസും പറഞ്ഞു. അതിൽ എബയോട്ടിക് ഏജൻസും ബയോട്ടിക് ഏജൻസും പറഞ്ഞു. ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് പോളൻ ഓട്ടോഗമി, ഗെയ്റ്റണോഗമി ആൻഡ് സീനോഗമി പറഞ്ഞു. അതുപോലെ പോളിനേറ്റിംഗ് ഏജൻസിൻ്റെ ബേസിസിൽ എബയോട്ടിക് പോളിനേറ്റേഴ്സായിട്ട് വിൻഡ് ആൻഡ് വാട്ടർ പറഞ്ഞു, അനിമോഫിലി, ഹൈഡ്രോഫിലി, ദെൻ ഇൻസെക്റ്റ് പോളിനേഷൻ, അതായത് ബയോട്ടിക് പോളിനേറ്റേഴ്സിൻ്റെ പോളിനേറ്റേഴ്സായിട്ട് ഇൻസെക്റ്റ് പോളിനേറ്റേഴ്സിനെ പറ്റി പറഞ്ഞു, എൻഡമോഫിലി, അതുപോലെ ബാറ്റ് പോളിനേഷൻ, ബേർഡ് പോളിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട്, പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതുവരെയുള്ള നോട്ട്സ് എല്ലാം തയ്യാറാക്കി വെച്ചേക്കുക. അതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നമ്മൾ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ആ കംപ്ലീറ്റ് ചെയ്ത നോട്ട് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് നോട്ട് ബുക്കിൻ്റെ ഫോട്ടോ അയച്ചു തരിക. പിന്നെ നിങ്ങളുടെ കംപ്ലീറ്റഡ് നോട്ട് ആരുടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാകും, അത് ഞാൻ വഴിയെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.